പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കമ്മിറ്റികൾ പ്രധാനമായും മൂന്ന് കമ്മിറ്റികളാണ്. ഒന്നാമത്തത് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി പശ്ചിമഘട്ടത്തിൻ്റെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുക എന്ന ലക്ഷ്യത്തോടെ 2010 കേന്ദ്ര സർക്കാർ രൂപീകരിച്ച കമ്മിറ്റിയാണ് വെസ്റ്റേൺ ഗട്ട് എക്കോളജി എക്സ്പേർട്ട് പാനൽ WGEEP. വെസ്റ്റേൺ ഗട്ട് എക്കോളജി എക്സ്പേർട്ട് പാനൽ. ഇതിൻ്റെ തലവൻ പ്രൊഫസർ മാധവ് ഗാഡ്ഗിലാണ്. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് 2011 2011 ഓഗസ്റ്റിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. 2010 കേന്ദ്ര സർക്കാർ രൂപീകരിച്ചു. തലവൻ പ്രൊഫസർ മാധവ് ഗാഡ്ഗിലാണ്. റിപ്പോർട്ട് സമർപ്പിച്ചത് 2011. രണ്ടാമത്തത് കസ്തൂരി രംഗൻ കമ്മിറ്റി. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി നൽകിയ റിപ്പോർട്ടിനെ പുനഃപരിശോധിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് നിയോഗിച്ച ഹൈ ലെവൽ വർക്കിംഗ് കമ്മിറ്റിയാണ് കസ്തൂരി രംഗൻ കമ്മിറ്റി. ഹൈ ലെവൽ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ പരിശോധിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ വീണ്ടും നിയോഗിച്ച കമ്മിറ്റിയാണ് കസ്തൂരി രംഗൻ കമ്മിറ്റി. നിയോഗിച്ചത് 2012 ഓഗസ്റ്റിലാണ് നിയോഗിച്ചത്. കസ്തൂരി രംഗൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 2013 ഏപ്രിലാണ്. 2013 ഏപ്രിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. റിപ്പോർട്ട് പ്രകാരം പശ്ചിമഘട്ടത്തിൻ്റെ 40% എക്കോളജി സെൻസിറ്റീവ് ഏരിയ ആയി നിർണ്ണയിക്കാൻ തീരുമാനിച്ചു. എക്കോളജി സെൻസിറ്റീവ് ഏരിയ ESA ആയി നിർണ്ണയിക്കാൻ തീരുമാനിച്ചു. കേരളത്തിലെ 123 വില്ലേജുകളും പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഉൾപ്പെടുത്തി. പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിന് കസ്തൂരി രംഗൻ കമ്മിറ്റി വിദൂര സംവേദന സാങ്കേതികതയാണ് പ്രയോജനപ്പെടുത്തിയത്. കസ്തൂരി രംഗൻ കമ്മിറ്റി പശ്ചിമഘട്ടത്തെ രണ്ടായിട്ട് തിരിച്ചു. ഒന്ന്, സാംസ്കാരിക ഭൂപ്രകൃതി കൾച്ചറൽ ലാൻഡ്സ്കേപ്പ്, അതായത് മനുഷ്യവാസ സ്ഥലങ്ങൾ, കൃഷിസ്ഥലങ്ങൾ, തോട്ടങ്ങൾ ഇവ ഉൾപ്പെട്ട പ്രദേശം, സാംസ്കാരിക ഭൂപ്രകൃതി. രണ്ടാമത്തത് സ്വാഭാവിക ഭൂപ്രകൃതി നാച്ചുറൽ ലാൻഡ്സ്കേപ്പ്, വനം, സംരക്ഷിത പ്രദേശം. കസ്തൂരി രംഗൻ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി നൽകിയ റിപ്പോർട്ടിനെ പുനഃപരിശോധിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് നിയോഗിച്ചത് 2012. റിപ്പോർട്ട് സമർപ്പിച്ചത് 2013. ഇതിൽ 40% എക്കോളജി സെൻസിറ്റീവ് ഏരിയ ആയി നിർണ്ണയിച്ചു. 123 കേരളത്തിലെ വില്ലേജുകൾ ഇതിൽ പെട്ടു. പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിന് വിദൂര സംവേദന സാങ്കേതികത പ്രയോജനപ്പെടുത്തി. ലാസ്റ്റ് കസ്തൂരി രംഗൻ കമ്മിറ്റി പശ്ചിമഘട്ടത്തെ രണ്ടായിട്ട് തിരിച്ചു. പ്രധാനമായും ഒന്ന് കൾച്ചറൽ ലാൻഡ്സ്കേപ്പ്, മനുഷ്യവാസ സ്ഥലങ്ങൾ, കൃഷിസ്ഥലങ്ങൾ, തോട്ടങ്ങൾ. രണ്ടാമത്തത് നാച്ചുറൽ ലാൻഡ്സ്കേപ്പ്, വനം, സംരക്ഷിത പ്രദേശം. മൂന്നാമത്തത് ഉമ്മൻ കമ്മിറ്റി. പശ്ചിമഘട്ട സംരക്ഷണത്തെക്കുറിച്ച് പഠിക്കാൻ കേരള സർക്കാർ രൂപീകരിച്ച കമ്മിറ്റിയുടെ കൺവീനറാണ് ഡോക്ടർ ഉമ്മൻ. അതുകൊണ്ടാണ് ഈ കമ്മിറ്റിയെ ഉമ്മൻ കമ്മിറ്റി എന്ന് പറയുന്നത്. മറ്റ് അംഗങ്ങളാണ് BPN രാജശേഖരൻ പിള്ള, ഡോക്ടർ BPN രാജശേഖരൻ പിള്ള, PC സിറിയാഖ്. ഇവ രണ്ടുപേരുമാണ് മറ്റംഗങ്ങൾ. ഉമ്മൻ കമ്മിറ്റിയുടെ ആദ്യ യോഗം ചേർന്നത് 2013.